ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിക്കരുത്. ഇവരാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ വീടുകളിൽ അത്ര ഈ വേസ്റ്റ് പ്ലാന്റ്സ് വാങ്ങിച്ചു വെക്കാൻ കാരണം. 400K സബ്ബുള്ള ഒരു പുള്ളി എനിക്കറിയാം. ഏത് സാധനം ഇറങ്ങിയാലും എത്ര വേസ്റ്റ് ചെടിയാണെന്ന് പറഞ്ഞാലും പുള്ളി അതിനെക്കുറിച്ച് പോസിറ്റീവ് പറയത്തും. ഇപ്പോൾ എന്നെ ആണെങ്കിൽ പോലും നിങ്ങൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി ടേസ്റ്റ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് മാത്രം വെക്കുക. അപ്പോൾ ഒരാളെയും നമ്മൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചാനലിൽ ചെയ്യുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോക്കകത്ത് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ചെടികൾ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളും നമ്മൾ നേഴ്സറിക്കാർ നമ്മളെ പറ്റിക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ വേണം. അപ്പോൾ കുറേ പേര് അതിന് സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പം ഇത് കാരണമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം പറഞ്ഞ് നമ്മൾ മുഷിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഞാനിത് 10 പോയിൻ്റായിട്ടാണ് തിരിച്ചേക്കുന്നത്. എനിക്ക് പറ്റിയ അബദ്ധങ്ങളും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും എല്ലാം വെച്ചിട്ടാണ് ഞാൻ ഈ 10 പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ചെടി വാങ്ങിക്കാൻ പോകുന്നവർ, ഒന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഒരു ചെടി വെക്കണം, നല്ലൊരു പ്ലാന്റ് വെക്കണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വാങ്ങാൻ പോകുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ് വില കുറഞ്ഞ പ്ലാന്റുകൾ നോക്കി വാങ്ങിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവക്കാഡോ, മാംഗോ, നമ്മുടെ പ്ലാവ്, അങ്ങനത്തെ ഫ്രൂട്ട്സിനൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു 300-250 മണ്ടയ്ക്ക് റേഞ്ച് വരുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മടിക്കും, ഇത്ര വില കൂടിയത് 500-600 അങ്ങനെ കുറേ വെറൈറ്റി വിലക്കുള്ള സാധനങ്ങൾ കാണും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലൊരു ഇത് വരും, ഇത്രയും കൂടിയത് വാങ്ങിച്ച് വെക്കണോ, ഇത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അബദ്ധമാകുമെന്ന് കരുതി നമ്മൾ ഏറ്റവും കുറഞ്ഞ പൈസക്കുള്ള സാധനങ്ങൾ കാണും. അപ്പോൾ നമ്മൾ ഏറ്റവും ആകർഷകമാകുന്നതായിരിക്കും ഈ പീനട്ട് ബട്ടർ, മിറാക്കിൾ ഫ്രൂട്ട്, മക്കോട്ടദേവ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതെന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ, 80 രൂപ, 1000 റേഞ്ചിൻ്റെ ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ തൈകൾ എന്തായാലും വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും 500 രൂപ മുടക്കി ഒരു തൈ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഇതൊരു 4-5 എണ്ണം വാങ്ങിച്ച് വെക്കാം, പ്ലാന്റ് ഒത്തിരി ആകുമല്ലോ എന്നുള്ള ഒരു ധാരണയിലായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ ഇത് വലിയൊരു മിസ്റ്റേക്കാണ്. നിങ്ങളുടെ പൈസ മാത്രമല്ല ഇതിനകത്ത് നഷ്ടമാകുന്നത്. നമ്മളിതിന് വളമിടണം, പിന്നെ ഇതിനെ പരിപാലിക്കണം, ദിവസവും വെള്ളം ഒഴിക്കണം, പ്രൂൺ ചെയ്യണം, പിന്നെ എന്തെങ്കിലും ഫംഗസ് എന്തെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സമയം. ചിലപ്പോൾ ഇതൊക്കെ 2-3 വർഷം എടുത്ത് കായ്ക്കുന്ന സാധനമായിരിക്കും. നമ്മളെല്ലാ ദിവസവും ഇത് ആഗ്രഹിച്ചിരിക്കും, ഇതൊന്ന് പൂവായി പൂമുട്ടിടാൻ കാത്തിരിക്കും. പിന്നെ നമ്മളുടെ ആകാംക്ഷ, നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഏറ്റവും അവസാനം പഴം കിട്ടുമ്പം അത് പന്നലാണെങ്കിലുള്ള ഡിസപ്പോയിൻമെൻറ്റ്, അതൊരു ഹ്യൂജ് കൺസേൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൈസ മാത്രമല്ല നഷ്ടമാകുന്നത്, നമ്മുടെ ഈ 3 വർഷത്തെ 2 വർഷത്തെ അധ്വാനവും എല്ലാം കൂടെ ആയിരിക്കും പാഴാകുന്നത്. അപ്പോൾ ഇതാണ് ആദ്യം നോട്ട് ചെയ്യേണ്ട പോയിന്റ്. പിന്നെ ഇത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യല്, 100-150 രൂപയ്ക്ക് നല്ല ചെടികളൊക്കെ കിട്ടും, അത്ര രൂപയ്ക്ക് പന്നച്ചെടികൾ മാത്രമല്ല നല്ലതും കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ നല്ല പ്ലാന്റ് സെലക്ട് ചെയ്യാം? അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പോയി കഴിച്ചു നോക്കുക. ഒരു പ്ലാന്റിനെ കുറിച്ച് കേട്ടാൽ അത് പോയി നിങ്ങൾ കഴിച്ചു നോക്കുക. സ്വന്തമായി പോയി അടുത്തുള്ള നഴ്സറിയിലോ ഗാർഡനിലോ എവിടെയെങ്കിലും ഒക്കെ കാണും, അടുത്തുള്ള വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ കാണും. നിങ്ങളതൊന്ന് കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങി വെക്കുക. അതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല റെമഡി. അതിൻ്റെ മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്, നമ്മൾ ഹ്യൂമൻസ് ആണ്. ഓരോരുത്തർക്കും ഓരോ എമോഷൻസും ഓരോ ടേസ്റ്റും ഒക്കെയാണ് ഇഷ്ടം. ഇത് കണ്ടു, ഇതാണ് നമ്മുടെ അബിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു പഴമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ കുറേ പേർക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ വാക്ക് കേട്ട് ഇത് വാങ്ങിച്ചു വെക്കുന്നതിൽ ഭേദം നിങ്ങൾ പോയി ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഇതുണ്ടല്ലേ അർസാബോയ്, ഇതുണ്ടല്ലേ എനിക്കിഷ്ടമല്ല. പക്ഷെ ചിലർ പറയുന്നു ഇത് യൗവനം കാക്കാൻ നല്ലതാണ്, ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് കുറേ പ്ലാന്റ്സ് അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിച്ചു വെക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രുചിയെല്ലാം ഇഷ്ടമായി, നല്ല ഫ്രൂട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഉടനടി നഴ്സറി പോയി വാങ്ങി വെക്കുവാണോ? അല്ല. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് കരുതി നിങ്ങൾ ഉടനെ ആ പഴം പോയി വാങ്ങിച്ച് വെക്കാൻ നിൽക്കരുത്. നിങ്ങൾ സെർച്ച് ചെയ്യുക, അത് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്നോ നല്ല വിളവ് തരുമോ എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചു വെക്കുക. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പേർസിമോൺ. ചിലരൊക്കെ അറിയായിരിക്കും, മിക്കവർക്കും അറിയാം. കാക്കിപ്പഴം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പേർസിമോൺ. നല്ല ടേസ്റ്റാണ് തിന്നാൻ. പക്ഷെ നമ്മുടെ ഇവിടെ ഇത് കായ്ക്കത്തില്ല. ഇതിന് തണുപ്പ് കാലാവസ്ഥ വേണം, എങ്കിൽ മാത്രമേ കായ്ക്കത്തുള്ളൂ. ഞങ്ങൾ ചെടി വളർത്തുന്ന നേരത്ത് അമ്മ പറയുമായിരുന്നു, എടാ ഈ സാധനം പെർസിമോൺ വാങ്ങിച്ച് വെക്കാൻ, ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ കായ്ക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇനി എന്നെ ഒരു വീഡിയോ ഒക്കെ കൊണ്ട് കാണിച്ച് കുറേ ഉണ്ടായി കിടക്കുന്നതൊക്കെ. പിന്നെയാണത് ഞാൻ അമ്മ കാണിച്ചു കൊടുക്കുന്നത്. ഇത് അമേരിക്കയിൽ ഉണ്ടായി കിടക്കുന്നതാണ് അമ്മ വീഡിയോ കണ്ടേക്കുന്നത്.
അത് കണ്ടാണ് ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെക്കാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട്. സ്ട്രോബെറി, ലിച്ചി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, പിസ്തയുണ്ട്. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ഇവിടെ കാലാവസ്ഥയിൽ അത് വളരത്തില്ല. അപ്പോൾ നിങ്ങളത് നോക്കി ഇവിടെ വളരുന്നതാണോ നോക്കിയിട്ട് മാത്രം വെക്കുക. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. അപ്പം നമ്മൾ പഴം കഴിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതിവിടെ വളരുമെന്ന് മനസ്സിലാക്കി, ഇത് നമ്മൾ വാങ്ങിക്കേണ്ട തൈയാണ്. അതിന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് നേഴ്സറി തന്നെ തിരഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ ആൾക്കാർ നല്ല റിവ്യൂ പറയുന്നതും നിങ്ങൾക്ക് വിശ്വാസമുള്ളതായിട്ടുള്ള ഒരു നേഴ്സറി തിരഞ്ഞെടുക്കുക. മിക്ക നേഴ്സറിയുടെയും വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കാർക്കും ഇതെന്തുവാ വിൽക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഇത് ഏതൊക്കെ വെറൈറ്റി ഉണ്ടെന്നോ എത്ര വർഷം കൊണ്ട് ഇത് കായ്ക്കുമെന്നോ ഒന്നും അറിയത്തില്ല. എല്ലാവരും പ്രോഫിറ്റാണ് നോക്കുന്നത്. എങ്ങനെയും അവരുടെ കയ്യിലിരിക്കുന്ന ചെടികളെല്ലാം ഒന്ന് വിറ്റ് തീർക്കണം, സ്റ്റോക്ക് ക്ലിയർ ആക്കണം. അതിപ്പം എന്ത് കള്ളത്തരം പറഞ്ഞാണേലും വിൽക്കണം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് എല്ലാവരും ഉള്ളത്. ഞാൻ എല്ലാവരും ജനറലൈസ് ചെയ്യുമല്ല, എന്നാലും മിക്കതും ഇങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ഐസ്ക്രീം വാങ്ങാൻ പോയിട്ട് ഇതെങ്ങനെയുണ്ട് ചേട്ടാ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ കഴിച്ചിട്ടുണ്ട്, ഐസ്ക്രീമിന് രുചിയാണെന്ന് പറഞ്ഞ ചേട്ടനും ഉണ്ട്. അതുമാത്രമല്ല, ഇവിടെ ഞങ്ങളെ ആദ്യത്തിൻ്റെ നേഴ്സറി ഉണ്ട്. അവിടെ ആണെങ്കിൽ ഞാൻ പോയി ചോദിക്കും നമ്മുടെ മാമി സപ്പോർട്ട കിട്ടുമെന്ന്. അപ്പം പറഞ്ഞു അടുത്ത സ്റ്റോക്കിന് വരുന്നുണ്ട്, മാമി സപ്പോർട്ട വരുന്നുണ്ട്. ഞാൻ എത്ര ഞാൻ ചോദിച്ചപ്പം അതിന് 400 രൂപയേ ഉള്ളൂ മാമി സപ്പോർട്ടൊക്കെ എന്ന് പറഞ്ഞു. സാധാരണ നിങ്ങൾക്കറിയാം മാമി സപ്പോർട്ട നല്ല റേറ്റ് കൂടി സാധനമാണ്. അന്ന് തന്നെ വാങ്ങിക്കുമ്പോൾ 2500, 3000 ഒക്കെയാണ് അന്ന് ഇവിടെ റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ 350 രൂപയ്ക്കും 400 രൂപയ്ക്കൊക്കെ വിൽക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇത്ര ലാഭത്തിൽ കിട്ടുന്നല്ലോ എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഇവർ വിളിച്ചു സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേനും ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടയാണ് ഇവർ മാമി സപ്പോർട്ടയാന്ന് പറഞ്ഞ് വിൽക്കാൻ വെച്ചേക്കുന്നത്. ഞാൻ ഇവിടുത്തെ പറഞ്ഞു ഇത് തെറ്റായത് നിങ്ങൾക്ക് മാറിപ്പോയതാ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നവർ നിങ്ങളെ പറ്റിച്ചായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. പക്ഷെ അവർ സമ്മതിച്ചായിരുന്നില്ല. അവർ പറഞ്ഞു ഇത് തന്നെയാണ് മാമി സപ്പോർട്ട, അവർ കുറേ നാളായിട്ട് നമ്മൾ നേഴ്സറി നടത്തുന്നതാണ്, അവർക്കറിയാവുന്നത്. ഞാൻ കുറേ അങ്ങനെ പറഞ്ഞു, എന്നിട്ട് അവർ കേട്ടില്ല. അവർ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്ന പോലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അവസാനം ഞാൻ അത് വാങ്ങിയൊന്നുമില്ല. അപ്പോൾ എത്ര പേരെ ഇത് പറഞ്ഞ് പറ്റിച്ച് വിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ നല്ല നേഴ്സറി നോക്കി തിരഞ്ഞെടുക്കുക. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങിക്കാൻ ഒരു കടയിൽ ചെന്നു. അപ്പോൾ അവർക്ക് നമ്മളെ അവർ ഇഷ്ടത്തിന് ബ്രാൻഡുകൾ കാണിക്കും. സാംസങ് കാണിക്കും, ഐഫോൺ കാണിക്കും, കൂടിയ തൊട്ട് കുറഞ്ഞ മോഡൽ വരെ കാണിക്കും. ഏറ്റവും പെട്ടെന്ന് ബാറ്ററി ചാർജ് ആകുന്ന ഫോൺ കാണിക്കും, നല്ല പ്രൊസസ്സറുള്ള ഫോൺ കാണിക്കും, നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോൺ കാണിക്കും. അങ്ങനെ ഇഷ്ടത്തിന് കാണിക്കും. ഇത് കൂട്ടാണ് നമ്മൾ പഴങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോഴും ഇഷ്ടത്തിന് വെറൈറ്റി കാണും. ഇപ്പോൾ നമ്മൾ മാംഗോയുടെ വെറൈറ്റി എടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റി കാണും. അതുപോലെ തന്നെ നമുക്ക് ഡ്രമ്മിൽ വെക്കാൻ പറ്റുന്ന വെറൈറ്റികളുണ്ടായിരിക്കും. അതുമല്ല ഏറ്റവും നല്ലതായിട്ട് പുഴുശല്യം ഇല്ലാത്ത റെസിസ്റ്റ് ചെയ്യുന്നത് കാണും. ഒത്തിരി ഫംഗസ് പിടിക്കാത്ത വെറൈറ്റി കാണും. അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. ഇതൊക്കെ ഒരു നേഴ്സറി നടത്തുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഏതൊക്കെ വെറൈറ്റികളുണ്ട്, ഏതൊക്കെ തരത്തിലുണ്ടെന്നൊക്കെ എല്ലാം. പക്ഷെ മിക്കവർക്കും ഇതൊന്നും അറിയത്തില്ല. അവർക്ക് ആകെ അറിയാവുന്ന ഇതൊരു മാവാന്ന് മാത്രമേ അറിയത്തുള്ളൂ. അതല്ല ശരിക്കും ഒരു നേഴ്സറി നടത്തുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് പഠിച്ചിരിക്കണം. അതാണ് വേണ്ടത്. പക്ഷെ മിക്കവരും അതിനൊന്നും പ്രയാസപ്പെടുന്നില്ല. അവർക്ക് എങ്ങനെയും ഇതൊന്ന് വിറ്റ് പോകണമെന്ന് മാത്രമുള്ളൊരു ചിന്തയിലാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ നേഴ്സറി കയറി ചെല്ലുമ്പോൾ തന്നെ ഏറ്റവും പന്ന സാധനങ്ങളായിരിക്കും നമുക്ക് ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് നല്ലതായിരിക്കും, അത് നല്ലതായിരിക്കും എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റായിട്ടൊരു ബോധം ഉണ്ടായിരിക്കണം. ഏതൊക്കെ സാധനമാണ് നല്ലതെന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. അപ്പം നേഴ്സറിക്കാരുടെ വാക്കുകളൊന്നും ഒത്തിരി കേൾക്കാൻ നിൽക്കരുത്. നമുക്ക് ഒരു ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മളൊന്ന് കളക്ട് ചെയ്ത് വെച്ചേക്കണം. ഏതൊക്കെയാണ് നല്ല സാധനങ്ങളും ഏതൊക്കെയാണ് നല്ല വെറൈറ്റികളെന്നുള്ളത്. നേഴ്സറിക്കാരെ പൂർണ്ണമായി വിശ്വസിക്കില്ലെന്ന് പറയുന്നതിൻ്റെ ഒരു പറ്റിയ ഉദാഹരണം, ഈ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ഒരു ക്ലോസ് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഈ നേഴ്സറിക്കാർ വന്നിട്ട് വൃത്തികെട്ടാന്ന് വെച്ചാൽ വേസ്റ്റ് പ്ലാന്റ്സ് കുറേ എണ്ണം വെച്ചിട്ട് പോയി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മട്ടോയാന്ന് പറഞ്ഞ് കറിവേപ്പ് കൂട്ടത്തിൽ ഒരു സാധനമൊക്കെ വെച്ചിട്ട് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. അതുകൂടെ ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമ്മൾ 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേഴ്സറി ഒക്കെ സെലക്ട് ചെയ്ത് സാധനം വാങ്ങിക്കാനൊക്കെ തുടങ്ങുന്നു. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ ബഡ് ചെയ്തേക്കുന്നതൊക്കെ കറക്റ്റ് ആണോ, ബഡിൻ്റെ താഴെ നിന്നൊക്കെ കിളിച്ചു വരുന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നോക്കുക. ഇപ്പം ചില നേഴ്സറികളിൽ കാണാം കുറേ നാളായിട്ട് വിൽക്കാതെ കിടക്കുന്ന സാധനം, മണ്ണും എല്ലാം കട്ടി പിടിച്ച് കിടക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ പ്ലാന്റ് ഒന്നും ഹെൽത്തി ആയിരിക്കത്തില്ല, ഇലയൊക്കെ വാടി തുടങ്ങിയതൊക്കെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇവിടെ കൊണ്ട് വെച്ചാലും ചിലപ്പോൾ നന്നായിട്ട് കിളിക്കണമെന്നൊന്നുമില്ല. വേറെ ഏതെങ്കിലും നേഴ്സറി സെലക്ട് ചെയ്യുക, അവിടുന്ന് പോയി വാങ്ങുക. അതും അല്ലെങ്കിൽ ചിലയിടത്ത് കാണും, നമ്മൾ പേരൊക്കെ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും, ബഡ് ചെയ്ത താഴെ നിന്ന് തന്നെ കിളിച്ചൊക്കെ വന്ന് അത് വലിയൊരു ഇതായിട്ട് വന്നിട്ട് ആ ബഡ് ചെയ്ത ഭാഗം ചെറുതായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി സെലക്ട് ചെയ്യുക. പണ്ടൊക്കെ ഞാനും വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ പണ്ടൊരു വേറാപ്പിൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ ബഡ് ചെയ്തതൊന്നും ശരിയല്ലായിരുന്നത്.
അതിൻ്റെ താഴെ നിന്നുള്ളതായിരുന്നു പിന്നെ വളർന്ന് വന്ന് നിൽക്കുന്നത്. അത് ബഡ് ചെയ്ത സാധനം നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചു. അത് ഭയങ്കര അഗ്രസീവ് ഗ്രോത്ത് ആയിട്ട് പോയി. അവസാനം അത് വെട്ടിക്കളയാൻ ഞാൻ പെട്ട പാട്. അതിൻ്റെ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ, ഞാൻ അത് കാണിക്കാവേ. അങ്ങനെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് വെട്ടിക്കളഞ്ഞത്. ഒത്തിരി നാൾ നല്ല വളമൊക്കെ കൊടുത്ത് നല്ല വലിയതായി പോയായിരുന്നു. പക്ഷേ പിന്നെ മനസ്സിലായത് ഭയങ്കര മുള്ള്, അടുക്കാൻ പറ്റാത്ത മുള്ളും കായ്ക്കത്തുമില്ല. അപ്പം ഇത് നമ്മൾ സൂക്ഷിച്ച് നോക്കി വാങ്ങുക. നല്ല സാധനം, നല്ലതായിട്ട് ബഡ് ചെയ്തതാണോ, നല്ല ഹെൽത്തി ആണോ എന്നുള്ളത് നോക്കി വാങ്ങുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയമാണ്, ഇപ്പോൾ ഇവിടെ കായ്ക്കാൻ നിൽക്കുന്ന വലിയ ലോങ്കൺ അവക്കാഡോ പ്ലാന്റൊക്കെ കാണും. അപ്പം ചിലർ ഇതുകൊണ്ടൊരു യൂസും ഇല്ലെന്ന് കാണുമ്പോഴത്തേനും അതിൻ്റെ തണ്ടുകൾ എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ചെറിയ ചെറിയ തൈകളുണ്ടാക്കും. എന്നിട്ട് ഇത് ബൾക്കായിട്ട് കൊണ്ടുവന്ന് നഴ്സറികളിൽ കൊണ്ട് കൊടുക്കും. ഇപ്പം നല്ല അവക്കാഡോയ്ക്കും ലോങ്ങിനും ഒക്കെ 800, 1000 ആ റേഞ്ചിലൊക്കെ വരുമ്പോഴത്തേനും ഈ തൈകൾ അവർ 300, 350 എന്നുള്ള ചെറിയ റേറ്റിൽ വിൽക്കാൻ വെക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആളുകൾ ഇവരുടെ പ്ലാന്റ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കായ്ക്കത്തുമില്ല. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ബെസ്റ്റ് നഴ്സറികൾ നോക്കി വിശ്വാസമുള്ളിടത്തുനിന്ന് പോയി വാങ്ങിക്കുക എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു നഴ്സറി ഓണർ കൺഫ്യൂസ് ചെയ്തായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇപ്രാവശ്യം വന്ന ലോങ്കൻ ഫുള്ള് കായ്ക്കാത്ത മരത്തിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതിവിടെ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പം ഇത് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നല്ല നഴ്സറി നോക്കി സെലക്ട് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു റെമഡി. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എക്സോട്ടിക് വെറൈറ്റി, പുതുതായിട്ട് വരുന്ന എക്സോട്ടിക് വെറൈറ്റി. നഴ്സറിക്കാർ പറയും ഇത് പുതിയതായിട്ട് വന്നതേ ഉള്ളൂ, ആരുടെ കയ്യിലും ഇല്ല, ഇപ്പോൾ വന്നതേ ഉള്ളൂ, നല്ല വെറൈറ്റി ആണെന്നൊക്കെ പറയും. പക്ഷെ വാങ്ങിക്കരുത്. എക്സോട്ടിക് വെറൈറ്റി ആണെന്ന് നല്ല സൂപ്പർ സാധനം വന്ന് പറഞ്ഞ പല സാധനങ്ങളും ഇപ്പോൾ വേസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അതിപ്പോൾ നമ്മുടെ കെപ്പലായാലും ശരി, സാന്തോളായാലും ശരി, മക്കോട്ടദേവയായാലും ശരി, ഇതൊക്കെ ഭയങ്കര ഹൈപ്പ് വന്ന സാധനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും ആർക്കും ഇത് വേണ്ട. അതിപ്പോൾ നല്ലൊരു വെറൈറ്റി ആണെങ്കിൽ തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നെന്നിരിക്കട്ടെ, 1 വർഷം 2 വർഷം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് പറയും. നമ്മൾ ഉടനെ ചാടിക്കയറി വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വിലയായിരിക്കും, 2000, 3000 ഒക്കെ ആയിരിക്കും. അത് കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വില നന്നായിട്ട് കുറയും. ഇതിപ്പോൾ ജബോട്ടിക്കാവയാണ് ഇതിനൊരു എക്സാമ്പിൾ. അതപ്പോൾ എന്ത് വിലയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സാധനമാണ്, ഇപ്പോൾ റേറ്റ് എല്ലാം കുറഞ്ഞു. ഒത്തിരി പേര് അതുമല്ല അതിൻ്റെ വിത്തെടുത്ത് മുളപ്പിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ വില താരതമ്യേന കുറഞ്ഞു വന്നു. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇപ്പോഴേ പോയി ചാടിക്കയറി പുതിയൊരു എക്സോട്ടിക് വെറൈറ്റി ഫ്രൂട്ടിനൊന്നും തലവെച്ച് കൊടുക്കരുത്. ഇതിന് എനിക്ക് തന്നെ കുറേ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ എനിക്കറിയാത്ത അർസാബോയൊക്കെ എനിക്ക് അറിയാത്ത സാധനങ്ങളായിരുന്നു. അങ്ങനെ ഒരു എക്സോട്ടിക് വെറൈറ്റി എന്ന് പറഞ്ഞ പേര് വാങ്ങിച്ചു വെച്ചാണ്. ഇതിനേക്കാളും അബദ്ധം പറ്റിയവരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചേട്ടനുണ്ട്, ഒരു ഇച്ചിരി വയസ്സായ ആളാണേ. പുള്ളി ഇതൊക്കെ സാന്തോളൊക്കെ ഇറങ്ങിയ സമയത്ത് ഹോം ഗ്രൗണ്ടിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്. അത് 1, 2 അല്ല, 8 എണ്ണമാണ് പുള്ളിയുടെ തോട്ടത്തിൽ വാങ്ങിച്ചു വെച്ചത്. അത് ഈ 8 വർഷം കൊണ്ട് വളർന്ന് വലിയ മരങ്ങളായി തീർന്നു. ഈ കഴിഞ്ഞ ദിവസം അത് 8 എണ്ണം വെട്ടിക്കളയുമായിരുന്നു. കൂലിക്ക് ആളെ വിളിച്ച് വെട്ടേണ്ട ഗതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും നാളും പരിപാലിച്ച് ഇത്രയും വലിയ മരമാക്കി നല്ല സൂപ്പറാന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെച്ചതല്ലേ, ഒന്നും തിന്നാനൊന്നും പറ്റത്തില്ല, എല്ലാം തറ വീണ് കൊഴിഞ്ഞ് കിടക്കുകയാണ്. 8 എണ്ണം ആളിനെ വെച്ച് പൈസ അങ്ങോട്ട് മുടക്കി വെട്ടിക്കളയേണ്ട അവസ്ഥ എത്തി. അപ്പോൾ ഇതൊക്കെയാണ് മിക്ക എക്സോട്ടിക് വെറൈറ്റിയുടെ അവസ്ഥ, ഇതൊക്കെ തന്നെയാണ്. അപ്പം നിങ്ങൾ പുതുതായിട്ട് വരുന്നതൊന്നും ഇങ്ങനെ ചാടിക്കയറി വെക്കല്ലേ. നമ്മുടെ 7ാമത്തെ പോയിന്റാണ്, ഒരിക്കലും വ്യത്യസ്തമായ ഈ പേരുകൾ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടാഗിനകത്ത് കാണുന്ന ആ ഫോട്ടോ കണ്ടോ ഒന്നും വാങ്ങിച്ചു വെക്കാൻ നിൽക്കരുത്. അതിനെ വിശ്വസിച്ച് വാങ്ങിച്ചു വെക്കാൻ നിൽക്കരുത്. ഇപ്പോൾ നമ്മൾ നേഴ്സറിയിൽ കയറിയാൽ കാണാം ഇതിൻ്റെ വ്യത്യസ്തമായ പേരുകളുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചുപ്പ, കാമ, കുപ്പാസു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരെന്താ വിചാരിക്കുന്നു, ആരെങ്കിലും വീട്ടിലോട്ട് വരുമ്പോൾ ഈ പേരൊക്കെ പറഞ്ഞ് ഞെട്ടിക്കാം എന്നൊക്കെ വിചാരിച്ചൊക്കെ വാങ്ങിച്ചു വെക്കും. പക്ഷേ ഈ സാധനങ്ങളൊന്നും നല്ലതാണോ കൊള്ളാമെന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഈ പേരുകളൊന്നും കേട്ടിട്ട് നമ്മൾ ഇതൊന്നും വാങ്ങിച്ചു വെക്കാൻ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഈ പടങ്ങളും നല്ല സൂപ്പർ, നല്ല തുളുമ്പ് നിൽക്കുന്ന പടങ്ങളൊക്കെ കാണും, നല്ല ചുമന്ന തരത്തിലുള്ള ഫ്രൂട്ടും അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധ ലെമണൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചു വെക്കാനൊക്കെ തോന്നും. അപ്പോൾ ഈ പടങ്ങൾ കണ്ട് നമ്മളൊന്നും ആകർഷകരാകരുത്. എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മൂട്ടി വാങ്ങിച്ചപ്പം ഈ പടം കണ്ട് ആകർഷകമായിട്ടാണ് വാങ്ങിച്ചു വെച്ചത് കേട്ടോ. മൂട്ടിയുടെ ആ പടം കിടക്കുന്നത് നല്ല രസമാണ്. അത് കണ്ടാണ് ഞാൻ മൂട്ടി വാങ്ങിച്ചു വെച്ചത്. അത് ഞാൻ വെട്ടിക്കളഞ്ഞു. അപ്പം ഒരിക്കലും ഈ പടങ്ങളോ അല്ലെങ്കിൽ പേരോ കണ്ടൊന്നും വാങ്ങിച്ചു വെക്കാൻ നിൽക്കരുത്. നല്ല ഫ്രൂട്ടാണെന്ന് നല്ല ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വാങ്ങിച്ചു വെക്കാൻ നിൽക്കുക. ഓക്കെ, നമ്മുടെ 8ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ബ്ലൈൻഡ്ലി നമ്മൾ ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിക്കരുത്. ഇവരാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ വീടുകളിൽ അത്ര ഈ വേസ്റ്റ് പ്ലാന്റ്സ് വാങ്ങിച്ചു വെക്കാൻ കാരണം. ഇവർ
എങ്ങനെയെങ്കിലും ഒരു പുതിയ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നല്ല പൊക്കി അടിച്ചിട്ട് എങ്ങനെയും വ്യൂസ് കയറ്റാമെന്നല്ലാതെ ജെന്യൂനായിട്ട് ഇതിൻ്റെ പുറകിൽ കഴിച്ചു നോക്കി അതിൻ്റെ ഒറിജിനൽ റീസൺ അവർ പറയത്തൊന്നുമില്ല. മിക്ക ഫ്രൂട്ട്സ് ഇവർ കഴിച്ചിട്ട് പറയും, ഓ ഇത് നല്ല തേൻ മധുരമാണ്, ഓ ഇത് കഴിച്ചാൽ ക്യാൻസർ മാറും, ഇത് കഴിച്ചാൽ പിന്നെ പെർഫ്യൂം അടിക്കണ്ട അതുപോലെ സ്മെല്ലായിരിക്കും, അതുകൊണ്ട് ഇത് നട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു വർഷം കൊണ്ട് കോടീശ്വരനാകും. ഇങ്ങനെ കുറേ പ്രൊമോഷൻ വർക്ക്സും ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്താണ് മിക്ക ഇൻഫ്ലുവൻസേഴ്സും. അതിപ്പോൾ 400K സബ്ബുള്ള ഒരു പുള്ളി എനിക്കറിയാം. ഏത് സാധനം ഇറങ്ങിയാലും എത്ര വേസ്റ്റ് ചെടിയാണെന്ന് പറഞ്ഞാലും പുള്ളി അതിനെക്കുറിച്ച് പോസിറ്റീവ് പറയത്തുള്ളൂ. ഇപ്പം പോലും അത് മാറ്റിയിട്ടില്ല പുള്ളി, ഇത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വാക്ക് കേട്ട് വലിയ ഫാമും വലിയ പ്ലാന്റേഷനും ഒക്കെ തുടങ്ങിയ ആൾക്കാർ വരെയുണ്ട്. ഒന്നുമില്ലാത്ത വേസ്റ്റ് ഫ്രൂട്ട്സും എല്ലാം വാങ്ങിച്ച് വെച്ച് അവസാനം എല്ലാം വെട്ടിക്കളയേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഇപ്പം പേഴ്സണലി എൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പീനട്ട് ബട്ടറൊക്കെ വാങ്ങിച്ചു വെക്കാൻ കാരണം ഒരു ഓൺലൈനിലെ ഒരു പുള്ളിക്കാരി പറഞ്ഞിട്ടാണ്. പുള്ളിക്കാരി പറഞ്ഞപ്പോൾ സൂപ്പർ സാധനമാണ്, പീനട്ട് കൂട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചു വെക്കുന്നത്. അപ്പോൾ എത്ര പേര് ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയാൽ മതി, കംബോഡിയൻ ഗ്രേപ്പ് നേരത്തെ ഒക്കെ 80 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സാധനമാണ്. ഒരു 2-3 വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇതിൻ്റെ ഹൈപ്പ് അങ്ങ് കയറി. അത്ര വലിയ കൊള്ളാത്ത ഈ സാധനം ഇപ്പം 450 രൂപ വരെയായി ഇതിൻ്റെ റേഞ്ച്. 80 രൂപ കിടന്ന സാധനം നോക്കി ഒറ്റ ഒരു ആഴ്ച കൊണ്ടാണ് അതിൻ്റെ ലെവൽ മാറിയത്. അത് കഴിഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മക്കഡാമിയ എന്ന് പറഞ്ഞൊരു നട്ടുണ്ട്, അതിപ്പം വെച്ച് കഴിഞ്ഞാൽ കോടീശ്വരനാകാന്ന് പറഞ്ഞൊരു പുള്ളി ഇറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നമുക്ക് കോടീശ്വരനാകാം, കിലോയ്ക്ക് 4000 തൊട്ട് 4500 രൂപയ്ക്ക് വരെ അത് വിൽക്കാമെന്നൊക്കെ പറഞ്ഞാണ്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്തെടുക്കേണ്ട സാധനമാണ്. ഇവിടെ നമ്മുടെ ഇടുക്കി തന്നെ ഒരു കുറച്ചെങ്ങാണ്ടേ ഉള്ളൂ, 2-3-4 പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ഈ സാധനം ദുബായിലും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 1000-1200 രൂപയ്ക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ പുള്ളി എങ്ങനെയാണ് ഇത് 4500 രൂപയ്ക്ക് ഇത് വിൽക്കാമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊന്നും ഇവിടെ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത പ്ലാന്റ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ. ഇത് നമ്മൾ കയറ്റി അയച്ച് പ്രോസസ്സ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ എന്തുദ്ദേശത്തിലാണ് ഈ പുള്ളി ഇത് 4500 രൂപയ്ക്ക് ഇത് വാങ്ങിക്കാന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ പുള്ളി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. എന്ന് വെച്ചാൽ ഫാമേഴ്സിന് നമ്മുടെ കേരളത്തിൽ ഇടുക്കിയിലെങ്ങാണ്ട് പോയിട്ട് അവിടെ 2-3 മക്കഡാമിയ ഇതുണ്ടായിരുന്നു, അവരുടെ ഇത് 4500 രൂപയ്ക്ക് പുള്ളി വാങ്ങിക്കും കിലോയ്ക്ക്. അപ്പോൾ ഞാൻ എന്നാ കരുതി, ഈ പുള്ളി വാങ്ങിക്കുന്നുണ്ട് എന്നാൽ ഇത് ലാഭമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോയുടെ അവസാനമാണ് പുള്ളി പറയുന്നത്, ഇതിൻ്റെ ചെടി ഞാൻ വിൽക്കുന്നുണ്ട് ഒരെണ്ണത്തിന് 600 രൂപ വെച്ചെന്ന്. ഒന്ന് ആലോചിച്ച് പോയിക്കേ. കോടീശ്വരനാകാന്ന് പറഞ്ഞത് നാട്ടുകാരെ ഒന്നുമല്ല കേട്ടോ, പുള്ളി സ്വന്തമേ കോടീശ്വരനാകുന്ന കാര്യമാണെന്ന് തോന്നുന്നു പറയുന്നത്. ഇതുപോലെ തന്നെ പണ്ട് വാനില കൃഷിയൊക്കെ വന്നതാണ് ഫേക്ക് പ്രൊമോഷൻ ചെയ്ത്, അതുകൊണ്ട് തന്നെയാണ് ഈ സാധനം. എല്ലാവരും ഇപ്പം ഈ പുള്ളിയുടെ നിന്ന് പോയി വാങ്ങിച്ചു വെക്കും, കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ഇതിന് മാർക്കറ്റില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ വെട്ടിക്കളയുക, അല്ലാതെ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ആരെയും ബ്ലൈൻഡ്ലി നമ്മൾ വിശ്വസിക്കില്ല. ഇപ്പോൾ എന്നെ ആണെങ്കിൽ പോലും നിങ്ങൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി ടേസ്റ്റ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് മാത്രം വെക്കുക. അപ്പോൾ ഒരാളെയും നമ്മൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത്. നമ്മുടെ 9ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും കുറേ ഇത് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പൈസ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ചെടികൾ ഞങ്ങൾ കൊറിയർ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ഒത്തിരി ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് കേട്ടോ, ഫേസ്ബുക്ക് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഒത്തിരി ഗ്രൂപ്പാണ്. അതിനകത്ത് മിക്കപ്പോഴും വരുന്ന സാധനമാണ്, ഞാൻ ഇതുപോലെ പൈസ അയച്ചു കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ചെടി വന്നപ്പം ചെടിയെല്ലാം കരിഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത ചെടിയല്ല വരുന്നത്, അയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്യും, അയാൾ തിരിച്ച് റിട്ടേൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ ഓൺലൈനിൽ തന്നെ വാങ്ങിക്കുന്നത്? നമുക്കറിയാം ഓൺലൈനിൽ കൂടെ അയക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. അതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ നേഴ്സറി പോയി നമുക്കിഷ്ടമുള്ള സെലക്ട് ചെയ്ത് വാങ്ങാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളപ്പം ഇത്രയും ഓൺലൈനായിട്ടുള്ള ഇതിനെ ആശ്രയിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ജെന്യൂനായിട്ടുള്ളവരും ഉണ്ട് കേട്ടോ, പക്ഷേ ഇതുപോലെ തന്നെ കുറേ പറ്റിക്കൽ കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഫേസ്ബുക്ക് എടുത്താൽ തന്നെ കുറേ പോസ്റ്റിങ്ങിന് വന്നുകൊണ്ടിരിക്കും. ചിലതൊക്കെ ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ, പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ഇങ്ങനെ കാണിച്ചു തരാം. ലോകത്തൊന്നും ഇല്ലാത്ത ചെടികൾ വരെ ഇവർ സെല്ലിങ്ങിന് ഇടും. എന്ന് വെച്ചാൽ ബ്ലാക്ക് ആപ്പിൾ ഇവിടെ കായ്ക്കത്ത് പോലും ഇല്ല, ആരും വാങ്ങിക്കത്തും ഇല്ല, പക്ഷേ അതിൻ്റെയൊക്കെ ചെടിയാന്ന് പറഞ്ഞുകൊണ്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെഡ് ചക്ക, അതൊക്കെ ഫോട്ടോഷോപ്പ് ചെയ്ത് ഇടുന്ന സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ വിശ്വസിച്ച് ഇപ്പോഴും പറ്റിക്കപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മെയിനായിട്ട് നമ്മളൊന്നും ചെയ്യാനില്ല, ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ റിട്ടേൺ ചെയ്യാൻ നമ്മൾ ഓൾറെഡി പൈസ എല്ലാം അയച്ചതാണ്. അപ്പം ഇതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേഴ്സറി പോയി വാങ്ങിക്കുകയാണ്. പിന്നെ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വിശ്വസിച്ച് അവരുടെ നിന്ന് വാങ്ങിക്കുക. ഇതുമല്ലാതെ വേറൊരു കാര്യം പറയാനുണ്ട്, ഇതുപോലെ തന്നെയാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സൈറ്റുകളിൽ കാണുന്ന ചെടികളും. അതിനകത്തും മിക്ക ചെടി എന്ന് പറഞ്ഞാൽ എക്സോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തില്ലാത്ത സാധനമാണ്.
ബ്ലൂ ആപ്പിളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതിനൊക്കെ 500-600 രൂപയ്ക്ക് പറഞ്ഞാണ് വിൽക്കുന്നത്. ഇതിൻ്റെ താഴെ കമൻസ് എടുത്ത് നോക്കിയാൽ മതി. ഇത് വാങ്ങിച്ച് പറ്റിക്കപ്പെട്ടവരുടെ കമൻസ് ഒക്കെ കാണും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഇവർ ഇത് ഡിലീറ്റ് ആകും കേട്ടോ. എന്നിട്ട് പിന്നെയും ഈ സാധനം തന്നെ ഇടും. അപ്പോൾ അതിൻ്റെ താഴെ വാങ്ങിച്ച് പറ്റിക്കപ്പെട്ടവരുടെ കമൻസ് കാണത്തില്ല. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇതുപോലെ പന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കരിഞ്ഞുണങ്ങിയായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്ത ഏതെങ്കിലും പന്നച്ചെടിയായിരിക്കും അയക്കുന്നത്. നമുക്കിത് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ ഇതുപോലെ തന്നെ കുറേ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നും പോയി ചാടാതിരിക്കുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ല തന്നെ മാംഗോ ആണെങ്കിലും നമ്മുടെ പ്ലാവൊക്കെ തന്നെ ആണെങ്കിലും ഓൺലൈനിൽ വാങ്ങിക്കുന്നതിൻ്റെ എന്താ ആവശ്യം? നമ്മുടെ തൊട്ടടുത്ത നഴ്സറി സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. ആവുന്നത്ര അവിടെ നിന്ന് പോയി വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഫ്രോഡ് പരിപാടിക്കൊന്നും പോയി ചാടരുത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ 10ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെയിം നെയിമിലുള്ള പ്ലാന്റ്. അതായത് സെയിം ചെടി സെയിം ആയിരിക്കും, പക്ഷെ വിവിധ പേരുകളായിരിക്കും ഇത് വിൽക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ നല്ല നല്ല പ്ലാന്റ്സിൻ്റെ പേര് ഇതിൻ്റെ കൂടെ ചേർക്കും ഈ ചെടികളുടെ കൂടെ. എന്ന് വെച്ചാൽ പന്നലായിരിക്കും സാധനം, പക്ഷേ ഈ നല്ല പ്ലാന്റിൻ്റെ പേര് ഇതിനകത്ത് കൂടെ ചേർക്കുമ്പോഴത്തേനും ഇത് നല്ലതാണെന്ന് കരുതി ആൾക്കാർ വാങ്ങിക്കും. അതിനൊക്കെ എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ഇപ്പം നമ്മൾ തന്നെ കിങ് ഓഫ് ചക്കാപ്പാത്ത് എന്ന് പറയുന്നൊരു മാങ്ങയുണ്ട്. അത് തന്നെ തായ്വാൻ റെഡ് എന്ന് പറഞ്ഞറിയപ്പെടും, യുവൻ എന്ന് പറഞ്ഞറിയപ്പെടും, റെഡ് എംബറർ എന്ന് പറഞ്ഞറിയപ്പെടും. ഇതെല്ലാം സെയിം സാധനം തന്നെയാണ്, പക്ഷെ ഇത്രയും പേരുകളാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നഴ്സറിക്കാർ ഇത് 4 ടൈപ്പായിട്ട് കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഒരു നഴ്സറി തന്നെ ചിലപ്പോൾ 4 എണ്ണം വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ R2E2 ഒരു ഓസ്ട്രേലിയൻ വെറൈറ്റി മാങ്ങയാണ്. അതിന് തന്നെ ജംബോ റെഡ് എന്നറിയപ്പെടും. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ജംബോ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മിക്ക നഴ്സറിലും ജംബോ റെഡ് എന്നും പറഞ്ഞു R2E2 എന്ന് പറഞ്ഞ സാധനം ഇരിപ്പുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ കാറ്റിമോൺ തന്നെ ചോക്കന്നാൻ എന്ന് പറയുന്ന ഒരു പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ജയന്റ് ഐവറി എന്ന് പറഞ്ഞ മാംഗോ, ഗ്രീൻ ഐവറി, 3 ടേസ്റ്റ് മാംഗോ, ക്യൂസാം റോസ്, കീംഹോ എന്ന് പറഞ്ഞ ഒത്തിരി പേരുകൾ ഇതുപോലെ അറിയപ്പെടുന്നുണ്ട്. ഇത് പറഞ്ഞാൽ എല്ലാം സെയിം ആയിരിക്കും. അപ്പം നമുക്ക് കുറച്ച് സ്ഥലമേ കാണത്തുള്ളൂ. നമ്മൾ മിക്കവാറും വാങ്ങിച്ചു വെക്കുന്നതെല്ലാം ഒരേ ടൈപ്പിലുള്ള മാങ്ങയായിരിക്കും. ഇങ്ങനെ ഈ വ്യത്യസ്ത പേരുകൾ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് തായ്ലൻഡിൽ നിന്നാണ് വരുന്നത്. അപ്പം തായ്ലൻഡിൽ നിന്ന് അവരൊരു പേരിടും. അത് നമ്മൾ ബംഗ്ലാദേശിൽ എത്തുമ്പോഴത്തേനും ബംഗ്ലാദേശികൾ വേറൊരു പേരിലോട്ട് മാറ്റും. ആ പേരായിരിക്കും ചിലപ്പോൾ ഇവിടെ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേനും ഇവിടുത്തെ നഴ്സറിക്കാർ വേണേൽ വേറൊരു പേരിൽ അറിയപ്പെടും. ഇങ്ങനെയാണെങ്കിലും നമ്മളെ പറ്റിപ്പിടുന്ന ഒരു ഏർപ്പാടാണിത്. ഒന്നെങ്കിൽ ഇത് സെയിം ഇതിൽ തന്നെ ഒരേ പേരിൽ തന്നെ അറിയപ്പെടണം. അതില്ല, അത് നമ്മൾ കുറേ പേരുകളിലാക്കി ഇത് വ്യത്യസ്ത വെറൈറ്റികളാണെന്ന് പറഞ്ഞ് വിൽക്കും. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം കേട്ടോ. ഇപ്പം പന്ന ചെടികളായിരിക്കും, പക്ഷെ അതിൻ്റെ കൂടെ നല്ല ചെടികളുടെ പേരിടും. ഇപ്പം നമ്മുടെ ഐസ്ക്രീം ബീൻ, അതിൻ്റെ കൂടെ ഐസ്ക്രീം എന്ന് ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഇമോഷൻ വരും. ഐസ്ക്രീം എന്ന പേരൊക്കെ ഉണ്ട്, അപ്പം നല്ലതായിരിക്കുമെന്ന്. അതുപോലെ തന്നെ കുറേ സാധനങ്ങളുണ്ട്. അതിൽപ്പെടുന്നതാണ് നമ്മുടെ പീനട്ട് ബട്ടർ, പിന്നെ നമ്മുടെ ചോക്ലേറ്റ് സപ്പോട്ടയൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്ത സാധനമാണ്, കഴിക്കുന്ന സാധനമാണ്. പക്ഷേ ചോക്ലേറ്റ് എന്നുള്ള പേര് കാണുമ്പോഴത്തേനും നമുക്കത് വാങ്ങിച്ചു വെക്കാനുള്ള ടെൻഡൻസി തോന്നും. അതുപോലെ തന്നെ ബ്ലാക്ക്ബെറി, ജാം ഫ്രൂട്ട്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നല്ല ഫ്രൂട്ട്സിൻ്റെ പേര് ഇതിൻ്റെ കൂടെ ചേർക്കും. എന്ന് വെച്ചാൽ ആളെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. അതുകൂടാതെ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു ചെടി പന്നലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അങ്ങ് സ്വീറ്റ് ചേർക്കും. ഇപ്പം സാന്തോൾ പന്നലാന്നുള്ള റിവ്യൂ എത്തിയപ്പോഴത്തേനും അത് സ്വീറ്റ് സാന്തോളാക്കി. മൂട്ടിയും കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേനും അത് സ്വീറ്റ് മൂട്ടിയാക്കി. പിന്നെ അമ്പഴം ഇച്ചിരി ഇതാന്ന് കണ്ടപ്പോഴത്തേനും അതിൻ്റെ കൂടെ സ്വീറ്റ് അമ്പഴമാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ കൂടെ അത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാക്കി. അങ്ങനെ ഇതെല്ലാത്തിൻ്റെ കൂടെ സ്വീറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഇമ്പ്രൂവ് ആകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പറ്റിക്കപ്പെടുത്താനുള്ള സാധനം തന്നെയാണ്. എല്ലാത്തിൻ്റെ കൂടെ സ്വീറ്റ് ചേർത്തെന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വീറ്റ് ആകണമെന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത്. ഒരു ചെടി വാങ്ങിക്കുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ 10 പോയിന്റ് അങ്ങനെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിലും എൻ്റെ കൂട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ കിട്ടി നമ്മൾ ഇൻഫർമേഷൻ ശേഖരിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല ഇതുകൊണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിന്റ്സ് ചേർക്കാനുണ്ടെങ്കിലും അത് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ ചെടികൾ വെക്കാൻ ആഗ്രഹിക്കുന്നോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഫുള്ളല്ലേലും അവർക്ക് ഏകദേശം ഒരു ബേസിക് ഐഡിയ കിട്ടാൻ ഇതെന്തായാലും ഉപകാരമായിരിക്കും കേട്ടോ. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോഴത്തേനും ബൈ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.